ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കിരണിനെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ സമയത്ത് ഷാരിക്കും സരയുനൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഷാരിയും സരയും വേഗം തന്നെ കിരണിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. കിരണിനെ കണ്ടിട്ട് വലിയ സന്തോഷത്തോട് നിൽക്കുകയാണ്. അപ്പോൾ അവരെ തിരിച്ചറിയാൻ കിരണിന് സാധിക്കുന്നില്ല എന്ന് കണ്ട സരയുന് ഒരുപാട് സന്തോഷം തോന്നുകയും അവിടെ നിന്ന് സങ്കടമൊക്കെ അഭിനയിച്ച് തിരിച്ചു പോരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതേ സമയത്താണെങ്കിൽ അവിടേക്ക് ജെറി ജോൺ വരികയാണ്. അവനാണെങ്കിൽ അവൻ്റെ ഫോൺ നമ്പറൊക്കെ കല്യാണി വാങ്ങിയിട്ടുണ്ട്. ഫോൺ നമ്പർ മാറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ തന്നെയില്ല, അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവിടേക്ക് കിരണിനെ കാണാൻ വരണമെന്ന് കല്യാണി പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് വരികയും അപ്പോൾ കിരണിൻ്റെ അരികിൽ ആരും ഉണ്ടായിരിക്കില്ല ആ സമയത്ത്. അപ്പോൾ ജെറി അവിടെ വന്ന് നിൽക്കുകയാണ്. ജെറിയുടെ മുഖത്ത് പുഞ്ചിരി കാണുന്നുണ്ട് കിരൺ. അപ്പോൾ കിരണിന് പല സംശയങ്ങളും ജെറിയെ പറ്റി തോന്നി തുടങ്ങുകയാണ്. അങ്ങനെ ചിരിക്കുകയും അതുപോലെ തന്നെ ജെറി പറയുന്നുണ്ട്, ഈ ഒരു കിടപ്പ് നിനക്ക് കിടക്കേണ്ട ആവശ്യം വല്ലതുണ്ടായിരുന്നോ? നീ അവരെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ മാത്രമല്ലേ നിനക്ക് ഈ കിടപ്പ് കിടക്കുക. നമ്മൾ തമ്മിൽ യാതൊരുവിധ ശത്രുതയുമില്ല. ആ ലക്ഷ്മിയെയും അതുപോലെ തന്നെ ലക്ഷ്മിയുടെ മകൾ കാർത്തികയെയും സംരക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് നിനക്ക് ഈ അവസ്ഥ കിടക്കേണ്ടി വന്നത്. എന്തായാലും എൻ്റെ പുതിയ പേര് നിങ്ങളൊക്കെ വിശ്വസിച്ചു, ജെറി ജോൺ അല്ലേ എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കിരൺ എല്ലാം കേൾക്കുന്നുണ്ടല്ലോ, കിരണെല്ലാം മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ കിരൺ ആകെ ഞെട്ടിപ്പോവുകയാണ് ഇവൻ്റെ ഈ സംസാരം കാണുമ്പോൾ. അങ്ങനെ ആ ഒരു സത്യം കിരൺ തിരിച്ചറിയുകയാണ്. അതുപോലെ തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കാർത്തിക കിരണിനെ കാണാൻ വേണ്ടി അവിടേക്ക് വരുന്നുണ്ട്. കാർത്തികയെ കണ്ട് ആകെ പരുങ്ങുകയാണ് നമ്മുടെ ജെറി ചെയ്യുന്നത്. അപ്പോൾ അത് കല്യാണിയും കാണുന്നുണ്ട്. ഇയാളെന്താ ഈ പരുങ്ങി നിൽക്കുന്നതെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ എന്തായാലും അവിടുന്ന് എന്തൊക്കെയോ പറഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. കല്യാണിയേക്കും അതുപോലെ തന്നെ സംശയങ്ങൾ പലതാണ്. അങ്ങനെ ആ സമയത്ത് കല്യാണി ഈ കിരണിനോടായിട്ട് പറയുന്നുണ്ട്, ഈ ജെറി എന്ന് പറയുന്നത് അവൻ ശരിക്കും നമ്മുടെ സുഹൃത്ത് തന്നെയാണ്, നമ്മുടെ രക്ഷകനായി വന്നവൻ തന്നെയാണോ? കിരണേട്ടൻ എന്താ തോന്നുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തും ഒരിക്കലുമല്ല, അവൻ ഇതിൻ്റെ പുറകിൽ കളിക്കുന്ന ഒരാളാണ്. അവൻ ആരാണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഒരു പക്ഷേ അത് ഗംഗപ്രസാദ് ആവാനാണ് സാധ്യത. കാരണം കാർത്തികയെയും ലക്ഷ്മിയമ്മയെയും സംരക്ഷിക്കുന്നത് നമ്മളാണല്ലോ. അപ്പോൾ ആ ഒരു കാര്യം അവനറിയില്ലല്ലോ, എനിക്ക് ബോധമുണ്ട് എന്നുള്ള സത്യം. എൻ്റെ മുന്നിൽ അങ്ങനെ വന്ന് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ തന്നെയാണ് നമ്മുടെ ശത്രു, എൻ്റെ തലക്കടിച്ച് വീഴ്ത്തിയത് അവൻ തന്നെയാണ് എന്ന സത്യം കിരണും കല്യാണിയും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ കിരൺ പറയുന്നുണ്ട്, എന്തായാലും ഈ സത്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ ആരോടും പുറത്ത് പറയണ്ട, ഞാൻ ഇങ്ങനെ തന്നെ കിടക്കുന്നതായി എല്ലാവരും കരുതിയാൽ മതി. അമ്മയോട് അച്ഛനോടൊന്നും തന്നെ പറയണ്ട, പ്രത്യേകിച്ച് കാർത്തികയും ഈ ഒരു കാര്യം അറിയണ്ട. അവൻ്റെ കളി എത്രത്തോളം നീണ്ടു പോകുമെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം അവനെ ശരിക്കും നമുക്ക് ചങ്ങലക്കിടുക തന്നെ ചെയ്യാം, അവൻ്റെ ഈ കളികൾ അവസാനിപ്പിച്ചുകൊണ്ട് എന്നൊക്കെ കല്യാണിയും കിരണും കൂടി തീരുമാനിക്കണം. അങ്ങനെ ജെറിയെ തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഇനി നമ്മുടെ കിരണിൻ്റെയൊക്കെ പുതിയ അഭിനയം തുടർന്ന് പോകുന്നത്. അവൻ്റെ കളികൾ എത്രത്തോളം പോകുമെന്നറിയാൻ വേണ്ടിയൊക്കെ തന്നെയാണ് കിരണിൻ്റെ നീക്കം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.